ഹലോ മക്കളെ, സ്നേഹാമസാണ്. ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ ഇന്ന് കുറെ മക്കള് ടഫാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെയിൻ ബസേരമേ എന്ന് പറയുന്നത് അല്ലെ. എല്ലാ മക്കളും പറയുന്നുണ്ട് ഇത് വായിക്കുക ഇത് കുറച്ച് ടഫായിട്ടുള്ള ലാംഗ്വേജ് ആയിട്ട് തോന്നുന്നു, ഹിന്ദി വായിക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, എന്താണ് അതിന്റെ തീം എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് മക്കൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒക്കെ ഈ ടെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് വരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഈ മൊത്തം പാഠത്തിനെ കുറിച്ച് കീ പോയിന്റ്സ് ആയിട്ട് അടിപൊളിയായിട്ട് അങ്ങ് പഠിച്ചേക്കാം. മിഡ് ടേമിന് എന്തായാലും ഈ ഒരു എക്സാം നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് മക്കൾക്ക് ഉണ്ട് എന്നറിയാം. അപ്പൊ മിഡ് ടേമിനൊക്കെ നമുക്ക് സെറ്റ് ആക്കി പഠിക്കണം. ഓണം എക്സാമിന് പിന്നെ പറയണ്ടല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ എന്താണ് ഈ കിളിപ്പോയ പാഠം നമുക്ക് ഇങ്ങനെ എന്തേക്കാം, ഒന്ന് സിമ്പിൾ ആക്കി മാറ്റാം കേട്ടോ. അപ്പൊ നമുക്ക് റെയിൻ ബസേരമേ എന്ന് പറയുന്ന പാഠമാണ് എടുക്കാൻ പോകുന്നത്. ഇതിനെ കുറിച്ച് ഇതുവരെ ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഒരു ബുക്കും പെന്നൊക്കെ എടുത്തിരുന്നോളാം, കൃത്യമായിട്ട് ഇത് എഴുതിയെടുക്കുക കേട്ടോ. അപ്പൊ നമുക്ക് റെയിൻ ബസേരമേ എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മളൊരു നൈറ്റ് ഷെൽട്ടർ എന്ന് നമുക്ക് പറയാം അല്ലെ. രാത്രി തങ്ങാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു സ്ഥലം, അതാണ് റെയിൻ ബസേരമേ എന്ന് പറയുന്നത്. നമ്മുടെ പാഠം ഒരു യാത്രാ വിവരണമായിരുന്നു അല്ലെ. നമുക്കറിയാം എന്താണ് അമൃതലാൽ വേഖഡ് എന്ന് പറയുന്നത് നമ്മുടെ ലേഖകൻ എന്ത് ചെയ്യുവാണ്, നർമ്മദയുടെ തീരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഞ്ചരിക്കുന്ന സമയത്ത് കാൽനടയാത്രയാണേ, ആ കാൽനടയാത്രയിലൂടെ അവർക്കുണ്ടായ ഓരോ അനുഭവങ്ങൾ വെച്ചിട്ട് അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിലൊരു കുഞ്ഞു ഭാഗമാണ് എന്ത് നമുക്ക് പഠിക്കാനുള്ള ഈ റെയിൻ ബസേരമേ എന്ന് പറയുന്നത്. ഒരു രാത്രി ഒരു മന്ദിർ, ഒരു അമ്പലത്തിൽ അദ്ദേഹം തങ്ങുന്നു, അവിടെ എന്തൊക്കെ നടന്നു, ഇതാണ് നമുക്ക് മൊത്തത്തിൽ പഠിക്കാനുണ്ടായിരുന്ന സംഭവം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പാഠത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഇതിന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരും, എങ്ങനെയൊക്കെ പഠിക്കണം, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള രീതി മിസ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. നോക്കാം, നമുക്ക് കീ പോയിന്റ്സ് പഠിക്കുന്ന ഒരു രീതി ഉണ്ട്. ഇതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഈ കണ്ട എല്ലാ സാധനങ്ങളും, അതായത് പട്കഥ പഠിക്കാനുണ്ട്, പിന്നെ വാർത്താലാപ് പഠിക്കാനുണ്ട്, ഡയറി, ലെറ്റർ, ഈ കണ്ട എല്ലാ സാധനങ്ങളും എന്ന് വരും ഈ റെയിൻ ബസേരമേ എന്ന് പറഞ്ഞ പാഠത്തുനിന്ന് വരും കേട്ടോ. അപ്പൊ മൊത്തത്തിൽ വേറെ 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 കുറെ സാധനങ്ങൾ പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യും, കിളിയും പോവും, എത്ര വേണം കിളിയും കാര്യങ്ങളൊക്കെ പോവും അല്ലെ. പിന്നെ ഇത് ഈ പാഠം ചിലപ്പോ എന്താണ്, ഞാൻ ഇനി പഠിക്കണില്ല എന്നൊക്കെ പറഞ്ഞ് ഉപേക്ഷിച്ച് കളയും, അങ്ങനെയൊക്കെയുള്ള മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ലെറ്ററും ഡയറിയും എഴുതാൻ വേണ്ടിയിട്ട് ഈ കീ പോയിന്റ്സ് മതി. പിന്നെ നമ്മുടെ പട്കഥയിലെ കുറച്ച് ഭാഗങ്ങൾ, ഇപ്പൊ കോൺവെർസേഷൻ അങ്ങനത്തെ ഭാഗങ്ങൾ വരുവാണെങ്കിലും നിങ്ങൾക്ക് അത് എഴുതാൻ, സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് മതി, ഈ കീ പോയിന്റ്സ് മതി. അപ്പൊ ആദ്യം കീ പോയിന്റ്സ് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. എന്നിട്ട് ലാസ്റ്റിലോട്ട് ഇതിൽ ഇങ്ങോട്ട് വരാം കേട്ടോ. അപ്പൊ കീ പോയിന്റ്സ് നമുക്ക് അങ്ങ് തുടങ്ങാം. 12 കീ പോയിന്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മൊത്തം പാഠത്തിന് എന്ത് തിരിച്ചിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി. ഇതാണ് തന്നെ എഴുതിയെടുക്കുക, മലയാളം മുകളിൽ എഴുതി വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. മുഴുവൻ പാഠം വായിക്കാൻ സമയമില്ലാത്ത ആൾക്കാരും എന്ത് ചെയ്താൽ മതി, ഇത് പഠിച്ചാൽ മതി. ഇത് വായിച്ചിടുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നോക്കാം, യെസ്, ശ്രദ്ധിക്കുക. 12 പോയിന്റ്സ്, 12 പോയിന്റ്സേ ഉള്ളൂ. ശരിക്കും ശ്രദ്ധിക്കുക, എല്ലാം ഉണ്ട് ഇതിന്റെ ഉള്ളിൽ കേട്ടോ. നോക്കാം, നമ്മുടെ പാഠം അമൃതലാൽ വേഗഡിന്റെ ആണെന്ന് അറിയാം അല്ലെ. തീരെ തീരെ നർമ്മദ, അമൃതലാൽ വേഗഡ് കി നർമ്മദ പദയാത്രവും കാ വൃത്താന്ത ഹേ, ഇതാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. ഫസ്റ്റ് തൊട്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞ് തുടങ്ങുവാണ് കേട്ടോ. നോക്ക, തീരെ തീരെ നർമ്മദ എന്ന് പറയുന്ന അല്ലെ, നർമ്മദ തീരങ്ങളിലൂടെ എന്നുള്ളത് അമൃതലാൽ വേഗഡിന്റെ നർമ്മദ പദയാത്ര. നർമ്മദ പദയാത്ര ചെയ്താണ് നർമ്മദയിലൂടെയുള്ള കാൽനട യാത്രയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, പദയാത്ര എന്ന് പറയുന്നത് കേട്ടോ. കാൽനട യാത്രയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, പദയാത്ര. ഓക്കെ, കാൽനട യാത്ര എന്നുള്ളത് എഴുതി വെക്കുക കേട്ടോ. കാൽനട യാത്രയ്ക്കാണ്. അതിന്റെ ഒരു വൃത്താന്തമാണ്. വൃത്താന്തം മീൻസ് എന്താണ്, ആവിഷ്കാരമാണ്. ഇതൊക്കെ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇങ്ങനെ വൃത്താന്തമാണ് എന്നൊന്നും പറഞ്ഞ് കാണാതെ പഠിക്കേണ്ട. ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. തീരെ തീരെ നർമ്മദ ആലോചിക്കാം. അതിലെ എന്താണ്, നർമ്മദ പദയാത്രയായിരുന്നു. അമൃതലാൽ വേഗഡ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അമൃതലാൽ വേഗഡ് ഒറ്റയ്ക്കല്ല പോയിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ആരാണ്? ചോട്ടു. അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് ചോട്ടു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും കൂടി ഉണ്ട്. അപ്പൊ ഈ 2 ക്യാരക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, യാത്ര ചെയ്യുന്നത്. ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. അല്ലാതെ ഇത് ഇങ്ങനെ സെന്റൻസ് ആക്കി കാണാണ്ട് അങ്ങ് പഠിക്കലല്ല. ഇത്രമാത്രം. തീരെ തീരെ നർമ്മദ എന്ന് ആലോചിക്കാം. നർമ്മദ നമ്മുടെ എന്താണ്, പദയാത്ര എന്നുള്ളത് ആലോചിക്കാം. ചോട്ടു ഉണ്ട്, അമൃതലാൽ വേഗഡ് ഉണ്ട്. സിറ്റ്. രണ്ടാമത്തെ പോയിന്റിലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ ഒരുപാട് വാരി വലിച്ച് നമ്മുടെ ആ കഥയിൽ തന്നിട്ടുണ്ടാവും. അത്രയൊന്നും മക്കൾ പഠിക്കേണ്ടത്, ഇത്ര മാത്രം പഠിച്ചാൽ മതി. നോക്കാം, ബഹുത് കഠിൻ യാത്ര കെ ബാദ് ഹം പത്തോഡ പഹുഞ്ചെ. നമ്മുടെ ഈ ഒരു കഥ യാത്രാവിവരണം ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ അവിടെ എത്തി, ഞങ്ങൾ ഇതിനെ കണ്ടു, ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഫുള്ള് കഥയും പോകുന്നത്, നമ്മുടെ ഈ ഒരു യാത്രാവിവരണം പോകുന്നത് അല്ലെ. അപ്പൊ ഞാനും അതുപോലെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. കാരണം നമുക്ക് എന്താണെന്നറിയോ,
ഡയറിയോ ലെറ്ററോ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതി വെച്ചാൽ മതി. അതിലൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. നോക്കാം, ബഹുത് കഠിൻ യാത്രയ്ക്ക് ബാദ്, ഒരുപാട് കഠിനമായിട്ടുള്ള യാത്രയ്ക്ക് ശേഷം എന്നുള്ള അർത്ഥം അല്ലെ. ശേഷം എന്ത് ചെയ്തു? ഹം പത്തോട പഹുഞ്ചെ. എവിടെയാണ് എത്തിയിട്ടുള്ളത്? പത്തോട എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തി. ഇതൊരു സ്ഥലത്തിന്റെ പേരാട്ടോ. പത്തോട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തി, ഒരുപാട് യാത്ര കഴിഞ്ഞതിന് ശേഷം കേട്ടോ. ബാരിഷ് കി വജസെ, മഴ പെയ്തത് കാരണം അല്ലെ. വജസെ മീൻസ് എന്നാണ് കാരണം എന്നുള്ള അർത്ഥമാണ്. ബാരിഷ് കാരണം, മഴ കാരണം. ഉസ് രാത്, ആ രാത്രി ഉണ്ടല്ലോ. ഉസ് ഗാവ് മേ രുക്ന പട, ആ ഗ്രാമത്തിൽ, അതായത് ആ പത്തോട എന്ന് പറയുന്ന ഗ്രാമത്തിൽ രുക്ന പട, അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. അങ്ങനെയല്ല നമ്മുടെ കഥ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പത്തോട എന്ന് പറഞ്ഞ സ്ഥലം ആലോചിക്കുക. പത്തോടയില് ബാരിഷ് കാരണം, മഴ കാരണം അവർക്ക് അവിടെ രുക്ന പട, അവിടെ നിൽക്കേണ്ടി വന്നു. രണ്ടാമത്തെ പോയിന്റും കഴിഞ്ഞു. ഓക്കെ, അപ്പൊ തന്നെ ആ കഥയുടെ ഭാഗം കഴിഞ്ഞു നോക്കട്ടോ. ഫസ്റ്റത്തെ ആ ഭാഗം കഴിഞ്ഞു. ഇനി നോക്കിക്കേ, മൂന്നാമത്തെ ഭാഗം. ഉസ് ഗാവ് മേ എക് മന്ദിർ താ, അവർ ഏത് ഷെൽട്ടറിലാണ് നിന്നത് എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻസ് ആണ്. അവരിതാണ് വേറെ വീട്ടിലോ അങ്ങനെ കാട്ടിലോ ഒന്നും അല്ല നിന്നിട്ടുണ്ടായിരുന്നത്, ഒരു മന്ദിറിലാണ് നിന്നത്. അത് ഇമ്പോർട്ടൻസ് ആണ്, ഒരു മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ നോക്കാം, ഉസ് ഗാവ് മേ, ആ ഗ്രാമത്തിൽ ഏക്ക് മന്ദിർ താ. മന്ദിർ മീൻസ് എന്താണ്? അമ്പലം എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അപ്പൊ എവിടെ അവർ നിന്നേ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന സാധനം എന്താണ്? മന്ദിറിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ആ मंदिर की देख रेख करने वाले ग्रामीण उसे हमारे लिए घोल दिया. ഓക്കെ, നമുക്ക് എന്താ ചെയ്തിട്ടുള്ളത്? അതിനെ ദേഖ് റേഖ് എന്താണ്? പരിപാലിക്കുന്ന എന്നുള്ള അർത്ഥം കേട്ടോ. പരിപാലിക്കുന്ന. അപ്പൊ ആ അമ്പലം നോക്കി നടത്തിയിട്ടുണ്ടായത് എന്താണ്? ആ അമ്പലം നോക്കി നടത്തിയിട്ടുണ്ടായിരുന്ന കുറച്ച് ഗ്രാമീണരുണ്ടായിരുന്നു, കുറച്ച് ഗ്രാമവാസികൾ ഉണ്ടായിരുന്നു അല്ലെ. ഇവർ എന്ത് ചെയ്തു തന്നു? നമ്മുടെ അമൃതലാൽ വേഗടനും ചോട്ടൂനും ആ രാത്രി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ മന്ദിർ അങ്ങ് തുറന്നു കൊടുത്തു. ഓക്കെ, എന്ത് ചെയ്തു? ഓക്കെ, ഉസേ ഹമാരെ ലിയെ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഘോൽ ദിയ എന്താണ്? ഓപ്പൺ ചെയ്തു തന്നു എന്ന് പറയുവാണ്. എന്താണ് ഓപ്പൺ ചെയ്തു കൊടുത്തത്? മന്ദിരാണ് ഓപ്പൺ ചെയ്തു കൊടുത്തത്. ആരാണ് ഓപ്പൺ ചെയ്തു കൊടുത്തത്? അവിടെ ആ ഒരു അമ്പലം ദേഖ് രേഖ് പരിപാലിക്കുന്ന ആര്? ആ പരിപാലിക്കുന്ന അവിടുത്തെ ഗ്രാമീണരാണ് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെറ്റ്. ഓക്കെ, മന്ദിറിലാണ് നിന്നെന്നുള്ള പരിപാടിയും കിട്ടി. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണ്? അപ്പൊ ഓരോ കഥയിലോട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ഉസ് ദിൻ വഹി ഹമാര റെയിൻ ബസേറ. ഓക്കെ, ആ ദിവസം അതായിരുന്നു ഞങ്ങളുടെ എന്തെന്ന് പറയുന്നത്? റെയിൻ ബസേറ, നൈറ്റ് ഷെൽട്ടർ എന്ന് പറയുന്നത്, രാത്രി നിൽക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ റെയിൻ ബസേറ എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ഗ്രാമീണർ തുറന്നു കൊടുത്തിട്ടുള്ള മന്ദിറാണ്. സെറ്റ്. ഇനി അടുത്ത് നോക്കിക്കേ, അഞ്ചാമത്തെ പോയിന്റ് നോക്കിക്കേ. ഉൻ ലോഗ് ഹമേ ദരി और पानी लाने के लिए बाल्टी भी दी. ഞങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടായിരുന്നു? ദരി തന്നിട്ടുണ്ടായിരുന്നു. അതായത് കിടക്കാൻ വേണ്ടി പായ തന്നു, ബക്കറ്റ് തന്നു, ഉള്ള എല്ലാ സാധനങ്ങളും ആര്? ഗ്രാമീണര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു ഗ്രാമീണര് സഹായിക്കും അല്ലെ. സംഭവം കാൽനടയാത്രയായിട്ട് പോവുകയാണ്, ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് എല്ലാ ഗ്രാമവാസികളൊക്കെ ഇങ്ങനെ സഹായിക്കും അല്ലെ. അപ്പൊ ആ മന്ദിറിൽ എന്ത് തന്നു? ദരി കൊടുത്തു. ദരി മീൻസ് ആണ് ആ കാർപ്പറ്റ് പോലത്തെ ഒരു സംഭവം, പായ പോലത്തെ സംഭവം അവർക്ക് കൊടുത്തു കിടക്കാൻ വേണ്ടിയിട്ട്. പാനി ലാനെ കേലിയെ ബാൾട്ടി ബീതി, പാനി ലാനെ കേലിയെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബാൾട്ടി മീൻസ് എന്താണ്? ബക്കറ്റും കൊടുത്തു എന്ന് പറയുവാണ്. छोटू ने खाना बना दिया फिर हम आराम से सोने लगे. അപ്പൊ അതിന്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പറയുന്നുണ്ട് മഴ ആയതുകൊണ്ട് എന്താണ് വെള്ളപ്പൊക്കത്തിന്റെ കഥയൊക്കെ പറയുന്നുണ്ട്. ആ ഭാഗം ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്റെ മക്കൾക്ക് പഠിച്ചു വെക്കാം. കാരണം 2 മാർക്കിന് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ഭാഗങ്ങൾ ഇമ്പോർട്ടൻസ് ആണ്, അതും കൂടി അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഈ പാഠം മുഴുവനായിട്ട് പഠിക്കുന്ന രീതിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു ഭാഗം, ആ ഒരു വെള്ളപ്പൊക്കം വരുന്ന ഭാഗവും ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാഗവും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടേക്കാം. 2 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ എന്താണ്, അവര് ഞങ്ങൾക്ക് ദരിയും പാനി ബാൾട്ടിയും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ചോട്ടു ഭക്ഷണം കുക്ക് ചെയ്തു അല്ലെ. ചോട്ടുവാണ് ഭക്ഷണം വെച്ചത്. ആ ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ചോട്ടുവിനെ ഖാന ബനാദിയ, ഖാന ഉണ്ടാക്കി. ഖാന ഇല്ലാണ്ട് നമുക്ക് കിടക്കാൻ പറ്റത്തില്ല അല്ലെ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഫിർ ഹം ആരാം സേ സോനെ ലഗി, ഞങ്ങൾ വളരെ ആരാംസേ, വളരെ സുഖമായിട്ട് സോനെ ലഗി, ഉറങ്ങാൻ വേണ്ടി തുടങ്ങി. ഇവിടെ വരെ നമ്മുടെ കഥ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് കുമ്പിളായിട്ട് പോയിട്ടുണ്ടായിരുന്ന കഥയില് ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. ഒരു പ്രത്യേക തരം മനുഷ്യന്റെ എൻട്രി സംഭവിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ കഥ അങ്ങോട്ട് മാറുവാണ്. നമ്മുടെ മൊത്തം യാത്രാവിവരണം വേറൊരു മോഡിലോട്ട് പോയി. ഏതോ ഒരാൾ വരുവാണ് അല്ലെ. നമ്മുടെ ചോട്ടുവിനെയും അമൃതലാലിനെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരാള്. അയാൾക്ക് വട്ടായിരുന്നോ ഭ്രാന്തായിരുന്നോ നമുക്ക് അറിയത്തില്ല അല്ലെ. നോക്കാം, ആ ഒരാളുടെ എൻട്രിക്ക് ശേഷം അടിപൊളിയായിരുന്നു നമ്മുടെ ആ ഒരു യാത്രാവിവരണം. നോക്കാം, ആ ഒരു ഭാഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. ഞാൻ പറയാം. ആദ്യം ഈ ഒരു കീ പോയിന്റ്സ് പഠിക്കും കേട്ടോ എന്റെ മക്കള്. നോക്കാം, रात में उठते समय पैरों के पास एक आदमी पड़ा हुआ था. അപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്യും, നമ്മുടെ ആര്
ആര് നമ്മുടെ ഈ ഒരു അമൃതലാൽ വേഗടും ചോട്ടും നല്ല സുഖമായിട്ട് ആറാംസെ സോനയിലൊക്കെയില്ലേ വളരെ സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്ത് ഇവരുടെ കാലിന്റെ അടിയിലുണ്ടല്ലോ ഏതോ ഒരു മനുഷ്യൻ വന്ന് കിടക്കുക. ഓക്കെ, നോക്കണേ. റാത്തമേ ഉടുത്തെ, രാത്രി പെട്ടെന്നൊന്ന് എഴുന്നേറ്റ സമയത്ത് പേരോ കെ പാസ്, പേരോ എന്ന് വെച്ചാൽ നമ്മുടെ കാലാണ് അല്ലെ, കാലിന്റെ ആ ഒരു കെ പാസ് അടുത്തായിട്ട് ഒരു ആദ്മി പടാവൂത്ത ഒരു മനുഷ്യ അവിടെ കിടപ്പുണ്ട് എന്ന് പറയുവാണ്. ബഡ് ബഡാ റഹാത്ത, അയാൾ എന്തൊക്കെയോ ബഡ് ബഡാന എന്ന് വെച്ചാൽ പിറുപിറുപ്പ് എന്നുള്ള അർത്ഥം അല്ലെ, പിറുപിറുപ്പ് എന്നുള്ള അർത്ഥമാണ് പിറുപിറുക്ക എന്നുള്ള. ബഡ് ബഡാന, ബഡ് 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 എന്ന് വെച്ചാൽ ബഡ് ബഡാന പിറുപിറുക്ക എന്നുള്ള അർത്ഥമാണ്. അയാൾ എന്തൊക്കെയോ, അതായത് ഉറങ്ങിയും കൊണ്ട് പിച്ചും പെയ്യും പറയാന്ന് പറയില്ലേ, അങ്ങനെ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ കാലിന്റെ അടിയിൽ കിടന്നിട്ട്. അപ്പൊ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് വന്ന് കിടന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. പേടിച്ചു പോവില്ലേ? നോക്ക, ഷായത് വഹ് പാഗൽ താ. ഓക്കെ, ഷായത് ഒരു പക്ഷെ അയാൾക്ക് ഭ്രാന്താന്ന് തോന്നുന്നു. അയാൾ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഭ്രാന്തനായിരിക്കും, മന്ദിറിലല്ലേ, അപ്പൊ ഭ്രാന്തനായിരിക്കും എന്ന് ആര് വിചാരിക്കുവാണ്? നമ്മുടെ അമൃതലാൽ വേഗഡ് വിചാരിക്കും കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ ചെയ്യുന്ന എന്താ അറിയോ? കുറച്ച് ദേർ ബാദ്, കുറച്ച് നേരത്തിന് ശേഷം ആദ്മി ഉടുക്കർ, ആ ഒരു മനുഷ്യനുണ്ടല്ലോ പെട്ടെന്ന് എഴുന്നേക്കുവാണേ. ഊൽ ജലൂൽ ബക്കനെ ലഗ, വീണ്ടും ഊൽ ജലൂൽ ബക്കന വെച്ചതാണ് ഒരു ഇതും ഇല്ലാത്ത എന്തൊക്കെ ബേക്കാർക്കെ ബാത്കാരന, എന്താണ് ഒരു ലോജിക്കും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഇങ്ങനെ പിറുപിറുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്താണ് എന്തൊക്കെയോ തോന്നിയാസം വിളിച്ച് പറയാൻ തുടങ്ങുകയാണ് ആര്? നമ്മുടെ ഈ ഒരാൾ കേട്ടോ. അപ്പൊ ചീത്തവിളിയൊന്നും അല്ല, പക്ഷെ എന്താണ്, ഞാൻ പോലീസാണ്, ഞാൻ ഇങ്ങനെയാണ്, നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്താണ് ഊൽ ജലൂൽ ബക്കന, ആ ഒരു വാക്ക് പഠിച്ചു വെക്കുക കേട്ടോ മക്കള്. ഊൽ ജലൂൽ ബക്കന വെച്ചെന്നാണ് എന്തൊക്കെയോ പറയുക എന്നുള്ള അർത്ഥം കേട്ടോ, എന്തൊക്കെയോ പറയുക എന്നുള്ള അർത്ഥമാണ്. അതായത് ലോജിക്ക് ഒന്നും ഇല്ലാണ്ട് സംസാരിക്കുന്നതിനെ ഊൽ ജലൂൽ ബക്കന എന്ന് നമ്മൾ പറയും കേട്ടോ. അയാൾ സ്വന്തമായിട്ട് എന്താണ് CID, ഇതൊന്ന് പഠിക്കണം കേട്ടോ. CID ഇൻസ്പെക്ടർ ബത്താനെ ലഗ, ഞാൻ അയാൾ സ്വന്തം പറയും, ഞാൻ CID ഇൻസ്പെക്ടർ ആണ്, നിങ്ങളൊക്കെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയാൻ തുടങ്ങുവാണ് അല്ലെ. നോക്ക, മുജസെ സവാൽ പൂച്ചനെ ലഗ, എന്നിട്ട് നമ്മുടെ മുജസെ, ഇവിടുത്തെ മുജസെ ആരാണ്? നമ്മുടെ ഇൻസ്പെക്ടർ, നമ്മുടെ ആര്? അമൃതലാൽ വേഗഡാണ് കേട്ടോ. അമൃതലാൽ നമ്മുടെ ലേഖകനാണ് എന്നുള്ള കാര്യം ആലോചിക്കുക, ലേഖകാണ് കേട്ടോ. അപ്പൊ ഈ ലേഖകനോട് സവാൽ പൂച്ചനെ ലഗ, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആ ഭാഗം നമുക്കറിയാം. മേ ഡർ സെ അസഹായ് ഹോക്കർ ജവാബ് ദിയ, ഞാൻ പേടിച്ചിട്ട് അസഹായ് ഹോക്കർ, നിസ്സഹായനായിട്ട്, ഒന്നും ചെയ്യാനില്ല അല്ലെ, ഹെൽപ്ലെസ് ആയിട്ട്, അസഹായ് മീൻസ് ഹെൽപ്ലെസ് ആയിട്ട്, ജവാബ് ദേത്താ റഹ, അയാൾ ചോദിക്കുന്നതിനൊക്കെ അനുസരിച്ച് എന്താണ് ഉത്തരം നൽകാൻ തുടങ്ങി. കാരണം കത്തിയൊക്കെ അവിടെ ഉള്ളതാണേ, കത്തിയൊക്കെ എടുത്ത് കുത്തി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അപ്പൊ അയാളോടൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇങ്ങനെ ജവാബ് ഇങ്ങനെ ഉത്തരമൊക്കെ പറഞ്ഞു നിൽക്കുന്നതാണ് ആരുടെ ബുദ്ധി? നമ്മുടെ ബുദ്ധി അല്ലെ. അപ്പൊ നോക്കുക, അയാള് ജവാബ് ദേത്താ റഹ അല്ലെ, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവാണ്, ഇങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് ആര്? നമ്മുടെ അമൃതലാൽ വേഗഡ് അല്ലെ. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിച്ചു നോക്കാം. ഫിറോസെ മേരാ പിട്ടു ഖോൽ ദിയ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം കേട്ടോ. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? എന്റെ പിട്ടു, എന്റെ ബാഗ് എടുത്തു എന്ന് പറയുവാണ്. ഈ ഭാഗമൊക്കെ വളരെ നമുക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ബാഗിന്റെ ഈ 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ അവിടുന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. എന്റെ പിട്ടു ഖോൽ ദിയ, എന്റെ ബാഗ് അല്ലെങ്കിൽ എന്താണ് പെട്ടി എന്നൊക്കെ പറയാം നമുക്ക് കേട്ടോ. അത് എടുക്കുവാണ്. ഏക് ചീസ് നിക്കാൽക്കർ ഫേക്ക്നെ ലഗ, ഏക് മീൻസ് എന്നാണ് ഓക്കെ, ഓരോ ചീസുകളായിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഫേക്ക്നെ ലഗ, എറിയാൻ വേണ്ടി തുടങ്ങി. ഭ്രാന്താണല്ലോ, ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇയാളെ ഈ ബാഗ് എടുത്തിട്ട് എന്തൊക്കെയോ എടുത്ത് വലിച്ചെറിഞ്ഞു, ഇങ്ങനെ നോക്കുക, തെരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. CID ഇൻസ്പെക്ടർ ആണല്ലോ പറഞ്ഞേ, അപ്പൊ ഇങ്ങനെ ഇത് നോക്കണല്ലോ, സെർച്ച് ചെയ്യണല്ലോ, അതായിരിക്കും അല്ലെ. നോക്ക, അന്തമേ, അവസാനം ഉണ്ടല്ലോ, അന്തമേ കുച്ച് കിതാബേ നിക്കാലി ഓർ പൂച്ച തും ക്യാ കർത്തെ ഹോ, मैंने कहा कि मैं शिक्षक हूँ. ഓക്കെ, നോക്കാം. ലാസ്റ്റ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് കേട്ടോ. പട്കഥ, പിന്നെ കോൺവെർസേഷൻ, ഈ വക സാധനങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. ചോട്ടുവും ലേഖകമൊക്കെ ഉള്ള ആ ഒരു കോൺവെർസേഷനും പട്കഥ കേട്ടോ. അപ്പൊ നോക്കുക, എന്താണ് അന്തമേ, അവസാനം ഉണ്ടല്ലോ, കുച്ച് കിതാബേ നിക്കാൽ, ഇങ്ങനെ എടുത്ത് എറിഞ്ഞോണ്ടിരിക്കുമല്ലേ ഓരോന്നും. അപ്പൊ പെട്ടെന്നുണ്ടല്ലോ അയാൾക്ക് എന്ത് കിട്ടുവാണ്? കുറച്ച് കിതാബ്, കുറച്ച് പുസ്തകങ്ങൾ കിട്ടുവാണ് കേട്ടോ. അപ്പൊ ഈ പുസ്തകങ്ങൾ കണ്ടപ്പോ ഇയാൾ സൈലന്റ് ആയി, ഇയാൾ മിണ്ടാണ്ടാവാണ്. നമ്മുടെ ഈ ക്രേസി മാൻ എന്താണ്, പാഗലാത്മി, മിണ്ടാണ്ടാവുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് കിതാബി നിക്കാലി ഓർ പൂച്ച. എന്നിട്ട് നമ്മുടെ അമൃതലാൽ വേഗഡിനോട്, ലേഖകനോട് ചോദിക്കുവാണ്, തും ക്യാ കർത്തെ ഹോ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? സംഭാഷണമാണ്, ഇമ്പോർട്ടന്റ് സംഭാഷണമാണ്, പഠിക്കണം. മേനെ കഹാക്കി, അപ്പൊ നമ്മുടെ അമൃതലാൽ പറഞ്ഞു, എന്താ പറഞ്ഞത്? മേ ഏക് ശിക്ഷക് ഹൂ, ഓക്കെ, ഞാൻ എന്താണ് ഒരു അധ്യാപകനായിരുന്നു എന്ന് പറയുവാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബുക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇയാൾ പെട്ടെന്ന് എന്ത് ചെയ്തു? മിണ്ടാണ്ടായി. ആര്? നമ്മുടെ ഈ ഒരു മനുഷ്യൻ, ഈ ക്രേസി മാൻ, നമ്മുടെ പകലാത്മി എന്തായി? മിണ്ടാണ്ടാവുകയാണ് കേട്ടോ. ഇത് കേട്ടപ്പോ തന്നെ അയാൾ മിണ്ടാണ്ടായി.
ഓക്കെ, ഒന്നും മിണ്ടുന്നില്ല. പിന്നെ ഇത്രയും നേരം എന്തൊക്കെയോ കളിച്ചോണ്ടിരുന്ന മനുഷ്യനാണ് അല്ലെ. ഒരു സോ ജാനേക്കോ കഹ, എന്നിട്ട് നമ്മുടെ അമൃതലാൽ വേഗടിനോട് പറഞ്ഞു, സോ ജാവോ, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ഇനി ഞാൻ എന്താണ് ബുദ്ധിമുട്ടിക്കാൻ വരില്ല എന്ന് പറയുവാണ്. അപ്പൊ ആ ഒരു അധ്യാപകന്മാരോട് അയാൾക്ക് എന്തോ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. फिर मेरे पैर दबाने लगा और मेरे मुट्ठी पे किसी 20 पैसे का सिक्का रखकर चला गया. ഇത് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. നമ്മുടെ ഇയാൾ എന്തൊക്കെയാ ചെയ്തെന്നുള്ളത് ഡയറി വരുവാണെങ്കിൽ ലെറ്റർ വരുവാണെങ്കിൽ ഒക്കെ ഈ പോയിന്റ് മക്കൾ എഴുതി വെക്കണം. നോക്കി, ഇയാള് ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു, കിടക്ക് കിടക്ക് ഉറങ്ങ് ഉറങ്ങ് എന്ന് പറഞ്ഞ്, എന്നിട്ട് എന്ത് ചെയ്തു അറിയോ, ഇയാളെ കാല് പിടിച്ചെടുക്കാൻ തുടങ്ങി. ആര്? നമ്മുടെ അമൃതലാൽ വേഗടിന്റെ കാല് ആര്? ഈ പാഗലാത്മ എന്ത് ചെയ്തു അറിയോ, പിടിച്ചു കൊടുക്കാൻ തുടങ്ങി. നോക്ക എന്താ ചെയ്തിട്ടുള്ളത് നോക്ക. ഫിർ മേരി പേർ, എന്റെ കാല് ദബാനെ ലഗ, അമർത്തി പിടിക്കാൻ തുടങ്ങി. ഇങ്ങനെ അമർത്തി എന്നാണ് അല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെ കാല് പിടിച്ച് ഇങ്ങനെ അങ്ങനെ ഒരു ഇത് വളരെ സുഖത്തിൽ ഇതാക്കി കൊടുക്കാൻ തുടങ്ങി. നമ്മൾ ഈ ഒരു അമർത്തി കൊടുക്കാന്ന് പറയില്ല, അതിനാ ദബാന എന്ന് പറയും കേട്ടോ. മേരി മുട്ടി പേ, എന്നിട്ട് പോവാൻ നേരത്തെ എന്ത് ചെയ്തു അറിയോ, എന്റെ മുട്ടി മീൻസ് എന്റെ മുഷ്ടി എന്നുള്ള അർത്ഥമാണ്. മുഷ്ടിയിൽ എന്ത് ചെയ്തു അറിയോ, ഒരു 20 പൈസ, ഒരു 20 പൈസ, പണ്ടത്തെ കഥയാണേ, 20 രൂപയല്ലേ, 20 പൈസ. ഓക്കെ, 20 പൈസ സിക്ക, 20 പൈസയുടെ ഒരു നാണയം വെച്ചിട്ട് എന്ത് ചെയ്തു, അയാൾ അങ്ങ് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ ഇപ്പൊ ഇയാളിപ്പോ എന്താ ചെയ്തിട്ടുള്ളത്, പെട്ടെന്ന് കിടക്കാൻ വേണ്ടി പറയുന്നു, കുറച്ചു നേരത്തെ നന്നായിട്ട് ചീത്ത വിളിക്കുന്നു, പിന്നെ കിടക്കാൻ പറയുന്നു, പിന്നെ കാലൊക്കെ അമർത്തി കൊടുക്കുന്നു, പിന്നെ ഒരു 20 പൈസന്റെ സിക്കയൊക്കെ ഒരു കോയിനൊക്കെ വെച്ചിട്ട് പോകുന്നു. എന്താ അല്ലേ ഈ മനുഷ്യൻ ചെയ്യുന്നത്? അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് അധ്യാപകരോട് ഇയാൾക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. എന്തൊക്കെ പാകലാണെന്ന് പറഞ്ഞിട്ട്, എന്തൊക്കെ ഭ്രാന്താന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അധ്യാപകരോട് അയാൾ വളരെയധികം റെസ്പെക്ട് കാണിക്കുന്ന ആളാണ് എന്നാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലെ. അപ്പൊ നോക്കാം, ഇവിടെ വരെ എന്താണ് നമ്മുടെ കഥയാണ്. നമുക്ക് ഡയറി അല്ലെങ്കിൽ ലെറ്റർ എഴുതുന്ന സമയത്ത് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. മുझे शिक्षक के रूप में कई बार सम्मान मिला है, लेकिन यह सम्मान അപൂർവത. എനിക്ക് ശിക്ഷക്, അധ്യാപകൻ എന്നുള്ള രൂപത്തിൽ കൈബാർ, ഒരുപാട് പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, സമ്മാൻ കിട്ടിയിട്ടുണ്ട്. സമ്മാനം കിട്ടിയെന്നല്ല, സമ്മാൻ മീൻസ് ബഹുമതി കിട്ടി, റെസ്പെക്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള അർത്ഥം കേട്ടോ. സമ്മാൻ മീൻസ് ഇംഗ്ലീഷിൽ, നമ്മുടെ ഹിന്ദിയിൽ ബഹുമതി എന്നുള്ള അർത്ഥം കേട്ടോ. ഓക്കെ, സമ്മാൻ ബഹുമതിയാണ്, റെസ്പെക്ട് കിട്ടിയിട്ടുണ്ട്. ലേക്കിൻ പക്ഷേ യ സമ്മാൻ, ഈ ഒരു ബഹുമതി എന്ന് പറയുന്നത് അപൂർവമായിരുന്നു, യുണീക്ക് ആയിരുന്നു എന്ന് പറയുവാണ്. ഇങ്ങനത്തെ ഒരു റെസ്പെക്ട് ഇതുവരെ കിട്ടിയിട്ടില്ല, അതൊരു പാഗലാത്മിയുടെ കയ്യിൽ എന്ന് പറയുവാണ്. ഇമ്പോർട്ടൻസ് ആണ്. ഡയറി എഴുതുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ലെറ്റർ എഴുതുന്ന സമയത്തും ഇത് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, അന്ന് നടന്ന കാര്യം എന്താണ് മെയിൻ ആയിട്ട്, ഇതാണ് പാഗലാത്മീനെ കണ്ടതും പാഗലാത്മി സിക്ക വെച്ചു കൊടുത്തതും പിന്നെന്താണ് അവർക്ക് ശിക്ഷകൻ എന്ന രൂപത്തിൽ റെസ്പെക്ട് ലഭിച്ചതുമാണ്. അപ്പൊ ഇവിടെ വരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയറി എഴുതുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ എഴുതാം അല്ലെ. പിന്നെന്താണ് ലാസ്റ്റ് പിറ്റേ ദിവസത്തെ ഒരു കഥ നമ്മൾ പറയുന്നുണ്ട്. അന്നത്തെ രാത്രി എങ്ങനെയൊക്കെയോ അവരെന്ത് ചെയ്തു, തള്ളി നീക്കി ഈ പാഗലാത്മീനെ പേടിച്ചിട്ട്. പിന്നെ പിറ്റേ ദിവസം അവര് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അവിടെ യാത്ര തുടരുന്നുണ്ട് അല്ലെ. തുടരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, സുബഹ ജബ് ഹം ജാനെ ലഗെ, രാവിലെ ഞങ്ങൾ പോവാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് പഡോസ് കെ എക് യുവ, പഡോസ് നോക്കണേ, പഡോസ് മീൻസ് എന്താണ്, നൈബർ ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്തുള്ള ഒരു യുവ, ഒരു യങ് ആയിട്ടുള്ള മനുഷ്യൻ വന്നിട്ട്, ഓക്കെ, യങ് ആയിട്ടുള്ള മനുഷ്യൻ എന്തോന്ന് പറഞ്ഞു നോക്കുക. ആ യങ് ആയിട്ട് മനുഷ്യന്റെ കയ്യിൽ നിന്നും പത്താ ചലാക്കി, മനസ്സിലായി എന്ത്, വ ആത്മീയ മനുഷ്യനുണ്ടല്ലോ, അതായത് ഇത്രയും നേരം എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്ന ആ പാഗലാത്മീയ, ആ ഭ്രാന്തായ മനുഷ്യൻ എന്ന് പറയുന്നത് ഉസ്കാ പിതാഹെ, ആ ഒരു യുവാവിന്റെ അച്ഛനാണ്. അതായത് തൊട്ടടുത്ത വീട്ടിലുള്ള മോനാണ്. ആ മോന്റെ അച്ഛനാണ് ആരെന്ന് പറയുന്നത്, ഇയാളെന്ന് പറയുന്നത്. ഇയാൾക്ക് പാഗൽ പൻക ദോരെ പഠിത്തേ ഹേ, ഭ്രാന്തിന്റെ പ്രശ്നമുണ്ട്. പാഗൽ പൻക ദോര, ഈ വാക്ക് എന്തായാലും പഠിച്ചു വെച്ചോളാം. എന്താണ് ഇവർക്ക് പ്രശ്നം, എന്താണ്, പാഗൽ പൻക ദോരയാണ്, അതായത് ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന അസുഖം എന്നുള്ളതാണ്. ഇനി അതെന്റെ മക്കൾക്ക് ഇത് കുറച്ച് പൊളൈറ്റ് ആയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ചിലപ്പോൾ മക്കൾക്ക് എന്ത് കിട്ടില്ല, ഡയറി എഴുതുമ്പോൾ ലെറ്റർ കിട്ടുമ്പോൾ ഇയാൾക്ക് എന്താ അസുഖം എന്ന് കിട്ടില്ല. മക്കൾക്ക് എന്ത് എഴുതിയാൽ മതി, വെറും പാഗൽത്ത എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പാഗൽത്ത, ആര്, നമ്മുടെ ആ ഒരു ആത്മി പാഗൽത്ത, ഭ്രാന്തായിരുന്നു എന്ന് മാത്രം എഴുതി വെച്ചാലും മതി. ഇത് കിട്ടാത്ത അവസ്ഥയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, വെറും പാഗൽത്ത എന്നെങ്കിലും പഠിച്ചു വെക്കുക. കാരണം കോൺവെർസേഷൻ വരുമ്പോൾ ആ ആത്മിക്ക് എന്താ പ്രശ്നം നമ്മൾ എഴുതണം. ഡയറി ആണെങ്കിലും ലെറ്റർ ആണെങ്കിലും ആത്മിക്ക് എന്താ പ്രശ്നം, പാഗൽത്ത, അയാൾക്ക് ഭ്രാന്തായിരുന്നു എന്നുള്ള കാര്യം പഠിച്ചു വെക്കണം. അങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കാം കേട്ടോ. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എഴുതി കളയാം. ഇത് എന്ത് ചെയ്യാം, ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. രാസ്തേമേ ദോബാര ഉസ് ആദ്മി കോ ദേക്കാം, രാസ്തേമേ വഴിയിൽ വീണ്ടും പോകുന്ന സമയത്ത്, ഈ യുവാവിനോട് ചാച്ച ബൈ ബൈ പറഞ്ഞു പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, രാസ്തേമേ വഴിയിൽ എന്ത് ചെയ്തു, ദോബാര വെച്ച് എന്താണ്, വീണ്ടും ആരെ കണ്ടു, നമ്മുടെ ഈ ഒരു ആത്മീനെ കണ്ടു.
ഉസ്നെ മേരെ പാവ് ചൂക്കർ എന്റെ കാല് പിടിച്ച് നോക്കുക, കാല് പിടിച്ച് എന്ത് ചെയ്തു അറിയോ? മാഫി മാങ്കി. മാഫി മീൻസ് എന്താണ്? മാപ്പ് ചോദിച്ചു. ഈ ഒരു രംഗവും നിങ്ങൾ എഴുതി വെക്കണം ഡയറിയിൽ. നോക്കുക, നമുക്ക് എഴുതണമെങ്കിൽ കേട്ടോ. അന്ന് രാത്രിത്തെ ഡയറി ആണെങ്കിൽ ഇത് എഴുതണ്ട. പിറ്റേ ദിവസമൊക്കെ എഴുതുവാണെങ്കിൽ അത് എഴുതാം. പിന്നെന്താണ്, ലെറ്റർ ആണെങ്കിലും ഇത് എഴുതാം കേട്ടോ. നോക്കി എന്താണ്, അയാള് പാവല്ലേ, കാലൊക്കെ പിടിച്ചു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട്, കാരണം അധ്യാപകനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഭ്രാന്ത് വരുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ നോക്കുക, ഉസ്നെ ഗുരുവും കാ മാൻ ബഹുത്ത് ബഡായാ ഹേ. അയാള് ഗുരുവിന്റെ, ഗുരു ശിക്ഷക് അധ്യാപകരുടെ എന്ത് മാൻ, മാൻ മീൻസ് എന്താണ്? അഭിമാനം എന്നുള്ള അർത്ഥത്തോട്ട്. അഭിമാനം വളരെയധികം എന്താണ്? ബഡാലിയാ ഹേ, വലുതാക്കി എന്ന് പറയുവാണ്. വ സിക്ക ആജ് ബി മേരെ പാസ് സുരക്ഷിത് ഹേ. ആ സിക്ക, അയാൾ കൊടുത്ത ആ 20 പൈസ ഉണ്ടല്ലോ, ആ 20 പൈസ ആജ് ബി, സിക്ക മീൻസ് കോയിൻ എന്നുള്ള അർത്ഥത്തോട്ടോ. ആ കോയിൻ എന്താണ്? ഇന്നും എന്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുവാണ്? നമ്മുടെ ഈ പാഠം അവസാനിച്ചു കേട്ടോ. അപ്പൊ ഇതാണ് എന്ത്, നമ്മുടെ ഈ ഒരു റെയിൻ ബസേരിമ എന്ന് പറയുന്ന പാഠത്തിന്റെ ടോട്ടൽ മൊത്തത്തിലുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇത് പഠിച്ചാൽ തന്നെ എന്തായി, പാഠം മുഴുവനായി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി എക്സ്ട്രാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, കീ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്റെ മക്കൾ പഠിച്ചു വെക്കുക. എന്നിട്ട് പട്കഥയുടെ ഫോർമാറ്റ് പഠിച്ചു വെക്കുക. പട്കഥയുടെ ഫോർമാറ്റ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അത് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക. പട്കഥയുടെ ഫോർമാറ്റ്. ഓക്കെ, ഇനിയിപ്പോ പട്കഥയുടെ ഫോർമാറ്റ് സെപ്പറേറ്റ് നമ്മളൊരു വീഡിയോ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, എന്റെ മക്കൾ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ പട്കഥ അല്ലെങ്കിൽ വാർത്താലാപം ഏതൊക്കെ ഭാഗത്ത് നിന്ന് വരും എന്നുള്ള ഒരു ഐഡിയ കൂടി ഉണ്ടാക്കി തരട്ടെ. പേജ് നമ്പർ 1920 ഭാഗത്ത് ഉള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്, അതൊന്ന് വായിച്ചിടണം. നോക്കെന്താണ്, പാഗലാത്മിയും ലേഖകനും ചോട്ടുവും തമ്മിലുള്ള സംഭാഷണം. അതായത് നീ ആരാണ്, എന്താണ് നിന്റെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കും. വാട്ട് ഈസ് യുവർ നെയിം എന്നൊക്കെ ചോദിക്കുന്ന ഭാഗമില്ലേ, ഞാൻ ഇൻസ്പെക്ടർ ആണ് എന്നൊക്കെ പറയുന്ന ഭാഗം, ശിക്ഷകനാണ് എന്ന് പറയുന്ന സമയത്ത് മിണ്ടാതാകുന്ന വരെ ഒരു കോൺവെർസേഷന്റെ ഒരു ഭാഗമാണ്. അവിടെ നമുക്ക് വാർത്താലാപായിട്ടും ചോദിക്കാം, പട്കഥയായിട്ടും ചോദിക്കാം. ക്യാരക്ടേഴ്സ് വരുന്നത് ഈ 3 ആൾക്കാരായിരിക്കും, നിർബന്ധമായിട്ടും നോക്കി വെക്കുക. പിന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് പേജ് നമ്പർ 22 എടുക്കുക മക്കള്. യുവാവും ലേഖകനും തമ്മിൽ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്ന സമയത്ത് യുവാവ് ഇത് എന്റെ അച്ഛനാണ്, അച്ഛൻ എന്താണ് പാഗലാണ് എന്നൊക്കെ പറയുന്ന ഭാഗമില്ലേ, അവിടെ നിന്ന് മക്കളോട് ഉണ്ടാക്കി എഴുതാൻ പറയും. അവിടുന്ന് കോൺവെർസേഷൻ ആണ് നമ്മളോട് ചോദിക്കാറ്, പട്കഥ ചോദിക്കാറില്ല. അവിടുന്ന് കോൺവെർസേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതും ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ സഹി പ്രസ്താവ് ചുൻകറിലേക്ക് മാച്ച് ദ ഫോളോവിങ് എന്താണ് നമുക്ക് വന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡയറി നമുക്ക് എപ്പോൾ വരുവാണെങ്കിലും ആരുടേത് മാത്രമേ വരുള്ളൂ, ലേഖകന്റെ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ലെറ്റർ വരുവാണെങ്കിലും എന്താണ് ലേഖകന്റെ ആയിരിക്കും വരും. അതായത് അന്നത്തെ ആ യാത്രയുടെ അനുഭവം വെച്ച് ഫ്രണ്ടിന് ഒരു ലെറ്റർ അയക്കുന്നു, എങ്ങനെയായിരിക്കും. അപ്പൊ ലെറ്ററിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതി കൊടുത്താൽ മതി, നമ്മുടെ കീ പോയിന്റ്സ് എഴുതി കൊടുത്താൽ മതി. ഡയറിക്കും ലെറ്ററിനും എന്റെ മക്കള് ടെൻഷനേ ആവണ്ട, കണ്ണും പൂട്ടി നമ്മൾ എന്താണ് നമ്മുടെ കീ പോയിന്റ്സ് അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. അത് തന്നെ മതി. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതാനും നമ്മുടെ കീ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, സഹായിക്കും. അപ്പൊ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഈ റെയിൻ ബസേരിമ എന്ന് പറയുന്ന പാഠത്തിൽ പഠിക്കാനുള്ളത്. ഒരു 1 ഷോട്ട് റിവിഷൻ ആണ് നമ്മളിപ്പോ നമ്മുടെ ഒരു കുറഞ്ഞ സമയത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. വലിയൊരു പാഠമായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചുള്ള കൃത്യമായുള്ള ഒരു ഐഡിയ മക്കൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുവാണ്. പിന്നെ പട്കഥയുടെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ബൈ.